ആനക്കൊണ്ടയുടെ ഏറ്റവും പുതിയ മൂവി ഞാൻ കണ്ടായിരുന്നു. ഒരു സ്പൂഫ് മൂവിയാണ്. ഒരു കോമഡി ആക്ഷൻ ത്രില്ലർ മൂവിയായിട്ടാണ് ഇവര് റിലീസ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ബോറ് പടം. ഒന്നുമില്ല സിനിമയില്. ഒരു 1.5 മണിക്കൂർ നല്ല അടാറ് വെറുപ്പിക്കലായിരുന്നു. ആനക്കൊണ്ടയുടെ പേര് കളയാനായിട്ടൊരു സിനിമ. ആ ഒരു ഫസ്റ്റ് പാർട്ട് ഉണ്ടല്ലോ, ആനക്കൊണ്ട 90s റിലീസായ ആ ഒരു സിനിമയുടെ ഒരു പുതിയ വെർഷൻ, റീബൂട്ട് വെർഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടീം ആമസോൺ റെയിൻ ഫോറസ്റ്റിൽ പോകുന്നതും സിനിമ പിടിക്കുന്നതൊക്കെയാണ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി. ട്രെയിലറിൽ നിങ്ങൾ എന്താണോ കണ്ടത് അത് തന്നെയാണ്, വേറെ ഒന്നുമില്ല. എന്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് വെറും വേസ്റ്റ് ആയിട്ടാണ് തോന്നിയത്. എല്ലാം ഭയങ്കര ഷോക്കായിരുന്നു. സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും അവരുടെ കോമഡീസ് ആയാലും ആ ഒരു എന്ത് പറയാ CJ എല്ലാം പാമ്പിന്റെ ഒക്കെ കാണണം. അവനെ കൊണ്ടൊക്കെ നമ്മള് 90സിലുള്ള സിനിമ കണ്ടിട്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. ഇതില് അതായത് 2025 റിലീസായ ഒരു മൂവിയിലെ CJ ഒക്കെ കാണണം. പാമ്പിനെ കാണാൻ നമുക്ക് ചിരി വരും. അങ്ങനത്തെ ലെവൽ ഫൈറ്റാണ് ഇതിൽ ചെയ്തു വെച്ചിരിക്കുന്നത്. എല്ലാം വളരെ ഷോക്കുമായിരുന്നു. അങ്ങനെ എടുത്തു പറയാനായിട്ട് എനിക്ക് അങ്ങനെ ഒന്നും തോന്നിയില്ല. ഒരുപാട് കോമഡിയൊക്കെ പറയുന്നുണ്ട്. എനിക്കൊന്നും അധികം ഒന്നും വർക്കായില്ല. ആകെ ഒരു ഏരിയ മാത്രം വർക്കായി. ഒന്നല്ല രണ്ട് കോമഡീസ്. അതിൽ ഒന്ന് സോണീനെ ഊക്കുന്നതാണ്, വേറൊന്ന് ഒരു ചെറിയൊരു കോമഡി. ഇത് രണ്ടും എനിക്ക് വർക്കായി. മീൻസ് ഞാൻ ചിരിച്ചു. വേറെ ഒന്നും എനിക്ക് എവിടെയും ഫീൽ ആയില്ല. എന്തൊക്കെയോ ഒരു കിടന്ന് കാണിക്കുന്നുണ്ട്. ആ ഒരു 1.5 മണിക്കൂർ ഞാൻ ഇങ്ങനെ ഒന്ന് കണ്ടു. ഞാൻ ഈ വർഷം കണ്ടതിൽ വെച്ച് ഏറ്റവും ബോറായിട്ടുള്ള ഒരു സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ആയിട്ടുള്ളത്. ഇതിന്റെ അപ്പുറത്തേക്ക് എനിക്കൊന്നും പറയാനില്ല. കാരണം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സോ എന്നാലും നിങ്ങൾ കണ്ടു നോക്കുക. ചിലപ്പം എന്നെ പോലെ ആയിരിക്കത്തില്ല, നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടാം. ഒരു സ്പൂഫാണ്, ഒരു മുഴുനീള കോമഡി ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ പറഞ്ഞിട്ട് വെറും അപരാധമാണ് സിനിമയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത്. അത് ഞാൻ എടുത്തു പറയാം. അങ്ങനെ വലിയ കിടിലായിട്ടുള്ള ഒരു സ്പൂഫ് മൂവിയായിട്ടൊന്നും എനിക്ക് ഇവിടെയും തോന്നിയില്ല. സ്പൂഫ് മൂവി നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നുമല്ല. ഇത് എന്റെ ഒരു ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. നിങ്ങൾ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമന്റ് ചെയ്യൂ. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കൂടെ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.